കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുതലപ്പുഴ സന്ദർശിക്കുന്നു. ജിബിൻ ജെബി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജിബിൻ, തുടർമരണങ്ങൾ ഉണ്ടാകുന്ന ഇടത്താണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം. എത്ര നേരം നീണ്ടു നിൽക്കും? എന്തൊക്കെയാണ് സന്ദർശന ലക്ഷ്യം? ജിബിൻ, കേൾക്കാമോ? കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുതലപ്പുഴയിൽ സന്ദർശനം നടത്തുന്നു. നമുക്കറിയാം, വലിയ തോതിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് തന്നെ 1075 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഇടമാണ്. അവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നവരും തിരികെ വരുന്നവരും എല്ലാം ശക്തമായ തിരമാലയിൽപ്പെട്ട് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം അടക്കം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശനം നടത്തുന്നത്. ജിബിൻ ജെബി നമ്മളോടൊപ്പം തരുന്നുണ്ട്. ജിബിൻ, വിവരങ്ങൾ. ഈ പെരുമാതുറയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മത്സ്യത്തൊഴിലാളികൾ നിരന്തരമായി അപകടത്തിൽപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം, അതായത് മുതലപ്പുഴയുടെ സമീപകാലത്തെ നിർമ്മാണ പ്രവർത്തികൾക്ക് ശേഷം 70ഓളം ജീവനുകളാണ് ഈ ഒരു മാത്രം നഷ്ടപ്പെട്ടത്. അതിനെതിരെ കുറച്ച് ദിവസങ്ങളായി മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇവിടെ സമരങ്ങളൊക്കെ തന്നെ നടന്നു വരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ജോർജ് കുര്യൻ ഈ മുതലപ്പുഴ സന്ദർശിച്ചുകൊണ്ട് ഇവിടെ എന്താണ് ശാശ്വതമായ പരിഹാരം എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത്. അദ്ദേഹം മുതലപ്പുഴ സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുന്നതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ എത്തിയപ്പോഴാണ് ഇവിടെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതായത് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് സമീപമായിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തി വന്നിരുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. അവിടെ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ സംഘവും അതുപോലെ സമീപ പ്രദേശങ്ങളിൽ ഈ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെയുണ്ട്. അവരാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും അതായത് ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തിന് തൊട്ട് മുന്നിലായുള്ള കാര്യാലയത്തിൽ ഇപ്പോൾ മന്ത്രി ജോർജ് കുര്യൻ സഭാ നേതൃത്വവും അതുപോലെ തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ശുപാർശകൾ, അതായത് ഈ പുലിമുട്ടിന് ആഴം കൂട്ടണം, ഈ ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ട്, അതായത് സ്ഥിരമായിട്ടുള്ള ഡ്രഡ്ജിങ് സംവിധാനം ഇവിടെ വേണം, എന്നാൽ മാത്രമേ അടുക്കി കൂടുന്ന മണലൊക്കെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ മന്ത്രിക്ക് മുൻപായി വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ. മന്ത്രി ഇവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്.